നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതിരുന്നാൽ ഇനി ലൈസൻസ് റദ്ദാക്കും. ഹൈക്കോടതിയുടെ കർശന ഉത്തരവ് പ്രാബല്യത്തിൽ. ചേലക്കര പഴയന്നൂർ മേഖലകളിൽ പരിശോധന ശക്തമാക്കും. സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് തുടക്കമിട്ടു. ഈ വർഷം മാത്രം 800-ലധികം കാൽനട യാത്രക്കാർ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടെന്ന റിപ്പോർട്ടുകളുടെ ഗൗരവം കണക്കിലെടുത്താണ് ഹൈക്കോടതി ഈ സുപ്രധാനമായ ഇടപെടൽ നടത്തിയത്. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാർക്ക് ആദ്യത്തെ അവകാശമുണ്ടെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ചേലക്കര പഴയന്നൂർ തിരുവല്ലോമല പോലുള്ള ടൗൺ പ്രദേശങ്ങളിലെ റോഡുകളിൽ സീബ്ര ക്രോസിംഗുകൾ വ്യക്തമല്ലാത്തതും വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതും കാരണമുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഉത്തരവ് സഹായകമാകും. പ്രധാന ജംഗ്ഷനുകളിലും സ്കൂളുകൾക്ക് സമീപവും കുട്ടികൾക്കും പ്രായമായവർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഹോൺ അടിച്ചോ വേഗം കൂട്ടിയോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. നിയമലംഘകർക്ക് മോട്ടോർ വാഹന നിയമം 184 പ്രകാരം 2000 രൂപ പിഴയും ചുമത്തും. ഡ്രൈവിംഗ് ടെസ്റ്റുകളിലും കാൽനടയാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചേലക്കര പഴയന്നൂർ തുടങ്ങിയ പ്രാദേശിക റോഡുകളിലെ നിയമലംഘനങ്ങൾ തടയാൻ പോലീസ്, MVD ഉദ്യോഗസ്ഥർ ഇനി മുതൽ സംയുക്ത പരിശോധന കർശനമാക്കും. CCV ന്യൂസ്, ചേലക്കര.